നമസ്കാരം, വാർത്തകളിലേക്ക് സ്വാഗതം. ഇടുക്കി വാഗമണിന് സമീപം വിനോദസഞ്ചാരി കൊക്കയിൽ വീണ് മരിച്ചു. എറണാകുളം സ്വദേശി തോബിയാസ് ആണ് മരിച്ചത്. കാഞ്ഞാർ പുള്ളിക്കാനം വാഗമൺ റോഡിലെ ചാത്തൻപാറയിൽ നിന്നും കാൽ വഴുതിയാണ് തോബിയാസ് താഴേക്ക് വീണത്. ചാത്തൻപാറയിലേത് 100 അടി താഴ്ചയുള്ള കൊക്കയാണ്. ഇന്നലെ രാത്രി 9 മണിയോടെയായിരുന്നു അപകടം നടന്നത്. സുഹൃത്തുക്കൾ വിവരം അറിയിച്ചതിനെ തുടർന്ന് മൂലമറ്റം, തൊടുപുഴ ഫയർഫോഴ്സ് സ്റ്റേഷനുകളിൽ നിന്നും ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. കോടമഞ്ഞായതിനാൽ രക്ഷാപ്രവർത്തനം ദുഷ്കരമായിരുന്നു. ഇനി ഡബിൾ കാറാണ്, ഡബിൾ കാറാണ്. നമ്പർ 3 റെഡി അപ്പ്, റെഡി അപ്പ്, റെഡി അപ്പ്, റെഡി അപ്പ്, റെഡി അപ്പ്, റെഡി ഹാർട്ട്. Number 4, ready, up, ready, up. VS ഉമ്മൻചാണ്ടി താരതമ്യം എന്തിനാണെന്നും രണ്ടുപേർക്കും രണ്ട് ശൈലിയെന്നും മുൻ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗവുമായ രമേശ് ചെന്നിത്തല. സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്നത് അനാവശ്യ ചർച്ചയാണ്. രണ്ടുപേരും ജനസമ്മതർ എന്നതിൽ ആർക്കും സംശയമില്ല. VS അച്യുതാനന്ദൻ തൊഴിലാളികൾക്കും സാധാരണക്കാർക്കിടയിലും ജീവിച്ച നേതാവാണ്. ഉമ്മൻചാണ്ടി ജനഹൃദയങ്ങളിൽ ജീവിച്ച നേതാവെന്നും രമേശ് ചെന്നിത്തല തൊടുപുഴയിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. താരതമ്യത്തിൻ്റെ ആവശ്യമില്ല. രണ്ടുപേരും അവരുടേതായ തലങ്ങളിൽ വലിയ ജനനേതാക്കളാണ്. ഉമ്മൻചാണ്ടിയും വലിയ ജനനേതാവാണ്, അച്യുതാനന്ദനുമാണ്. രണ്ടുപേർക്കും രണ്ട് രീതിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. അത് രാഷ്ട്രീയം പഠിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് നടൻ വിനായകൻ അതിൻ്റെ ഒരു രൂക്ഷമായിട്ടുള്ള കുറച്ചുകൂടെ എക്സ്ട്രീമായിട്ട് പോയിട്ടുണ്ട്. അല്ല, രണ്ടുപേർക്കും രണ്ട് മേഖലയാണുള്ളത്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, CPJ ജോസഫ് നിശബ്ദമായി എന്നാൽ വാചാലമായി ജനങ്ങളോട് സംവദിക്കുന്ന വ്യക്തിയാണ്. ഓരോ നേതാവിനും ഓരോ രീതിയിലാണ് ഉള്ള പ്രവർത്തനം. അപ്പോൾ അച്യുതാനന്ദൻ തൊഴിലാളികളുടെയും സാധാരണക്കാരുടെയും ഇടയിൽ പ്രവർത്തിച്ചുള്ള നേതാവാണ്. ഉമ്മൻചാണ്ടി ജനഹൃദയങ്ങളിൽ ഇപ്പോഴും ജീവിക്കുന്ന നേതാവാണ്. ഓരോ കേരള രാഷ്ട്രീയത്തിലെ ഓരോ നേതാവിനും ഓരോ പ്രത്യേകതയുണ്ടാകും. അത് നമ്മൾ അത് കമ്പയർ ചെയ്ത് തമ്മിലടിപ്പിക്കേണ്ട യാതൊരു കാര്യം, അതൊക്കെ തെറ്റായ കാര്യമാണ്. അത് ചെയ്യുന്നത് ശരിയല്ല. അച്യുതാനന്ദൻ നല്ല നേതാവാണ്, ഉമ്മൻചാണ്ടിയും നല്ല നേതാവാണ്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് രണ്ടുപേർക്കും അവരുടേതായ പ്രത്യേകതകളുണ്ട്. CPJ ജോസഫിനെ പറ്റി ഞാൻ പറഞ്ഞെന്താ, അപ്പോൾ അദ്ദേഹം വലിയ ബഹളം ഉണ്ടാക്കുന്ന നേതാവല്ല. ആണോ? അല്ല, ഒരിക്കലുമല്ല. ശാന്തനാണ്. പക്ഷേ ആ ശാന്തതയുടെ വലിയ വാചാലമായ ജനങ്ങൾക്ക് സന്ദേശം നൽകുന്ന നേതാവാണ്. തലോലപ്പറമ്പ് റോട്ടറി ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും വിവിധ സേവന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും നടന്നു. മുൻ ഗവർണർ K. ബാബുമോൻ ഉദ്ഘാടനം നിർവഹിച്ചു. തലോലപ്പറമ്പ് റോട്ടറി ക്ലബ് പ്രസിഡന്റായി റെജി അറക്കൽ ചുമതലയേറ്റു. റോട്ടറി സെക്രട്ടറിയായി അഡ്വക്കേറ്റ് ശ്രീകാന്ത് സോമൻ, ട്രഷറർ VP ഉണ്ണികൃഷ്ണൻ, ജോയിന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രകാശൻ ചക്കാല എന്നിവരെ തെരഞ്ഞെടുത്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ഷിജി വിൻസെന്റ് മുഖ്യാതിഥിയായിരുന്നു. റോട്ടറിയുടെ സ്ത്രീ ശാക്തീകരണ പദ്ധതിയായ ഓപ്പോൾ പദ്ധതിയിൽപ്പെടുത്തി വിധവയായ വനിതയ്ക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുവാൻ തയ്യൽ മിഷൻ വിതരണം ചെയ്തു. തലോലപ്പറമ്പ് ക്ലബിന്റെ പദ്ധതിയായ പച്ചക്കറി തൈ വിതരണ പദ്ധതി ഹരിതം അസിസ്റ്റന്റ് ഗവർണർ ഡോക്ടർ ബിനു സി നായർ പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു. നഴ്സിംഗ് വിദ്യാർത്ഥികൾക്കുള്ള സാമ്പത്തിക സഹായങ്ങൾ ഗവർണർ K. ബാബുമോന് മുൻ പ്രസിഡന്റ് S. ദിൻ രാജ് യോഗത്തിൽ കൈമാറി. തലോലപ്പറമ്പ് റോട്ടറി ഡിസ്ട്രിക്റ്റിലെ സ്റ്റാർ റോട്ടറിയനായ ബാബു കേശവനെ യോഗത്തിൽ ആദരിച്ചു. റോട്ടറി ഭാരവാഹികളായി TR സന്തോഷ്, ഷിജോ PS, സിധു ശശിധരൻ, വിനോദ് ബാബു, ഗിരീഷ് കുമാർ, സവിത സന്തോഷ്, K. വിനയൻ തുടങ്ങിയവർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഇനി ഒരിക്കലും പുറകോട്ട് പോകാൻ പാടില്ലാത്തൊരവസ്ഥയാണ്. നിങ്ങളെല്ലാവരും ഈ ക്ലബിന് നൽകിയ സ്നേഹവും വാത്സല്യവും ആ ഒത്തൊരുമയും ആ കൂട്ടായ്മയും അതിൻ്റെ ഒരു ഫലമായി ഈ 5 സ്റ്റാർ കിട്ടിയിരിക്കുന്നു. I really do solemnly swear that I will faithfully execute the office of President of the Rotary Talolepparambu and that I will to the best of my ability give support and assistance to the district governor and to the Rotary International and that I will uphold the constitution and values of this club. കടുത്തുരുത്തി പള്ളിയിൽ
കൗതുക കാഴ്ചയായി പക്ഷിക്കൂടും പക്ഷിക്കുഞ്ഞുങ്ങളും. കടുത്തുരുത്തി സെന്റ് മേരീസ് ഫെറോന താഴ്ത്തുപള്ളിയുടെ പള്ളിമേടയിലെ മേശയിലെ ചെടിയിലാണ് പക്ഷിക്കൂടും കുഞ്ഞുങ്ങളും ഉള്ളത്. വികാരിയുടെ മുറിയുടെ മുൻവശത്ത് ടേബിളിൽ വെച്ചിരിക്കുന്ന ചെടിച്ചട്ടിയിലാണ് കൂടുകൂട്ടി മുട്ടയിട്ട് വിരിഞ്ഞ കുഞ്ഞുങ്ങളുമായി അടയ്ക്ക പക്ഷികളുള്ളത്. ദിവസങ്ങളോളം പണിപ്പെട്ടാണ് ഈ ചെറിയ ചെടിയിൽ ഇണപക്ഷികൾ കൂടുതീർത്തത്. സാധാരണയായി മനുഷ്യരുടെ സമീപത്ത് ഇത്തരം പക്ഷികൾ കൂടുകൂട്ടുകയോ മുട്ടയിടുകയോ ചെയ്യാറില്ല. ചെടിയിൽ പക്ഷികൾ കൂടുകൂട്ടുന്നത് മുതൽ ഫാദർ മാത്യു ചന്ദ്രൻകുന്നേലിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. പക്ഷികളെ ആരും ശല്യം ചെയ്യാതിരിക്കാൻ അദ്ദേഹം ഏറെ ശ്രദ്ധയും പുലർത്തിയിരുന്നു. മുട്ട വിരിഞ്ഞ് 3 പക്ഷിക്കുഞ്ഞുങ്ങളുമായിട്ടാണ് തള്ളപ്പക്ഷി കൂട്ടിൽ കഴിയുന്നത്. ഇടയ്ക്ക് പുറത്തുപോയി കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊണ്ടുവരും. ആൺപക്ഷിയും തീറ്റയുമായി വരാറുണ്ട്. 2ാം നിലയിലാണ് പക്ഷികളുടെ വാസം. പുറത്തേക്കുള്ള ഭിത്തിക്ക് പകരമുള്ള ഗ്രില്ലിലൂടെയാണ് പക്ഷികൾ വന്നു പോകുന്നത്. ഏതായാലും പള്ളിമേടയിൽ വാസമുറപ്പിച്ചിരിക്കുന്ന അടയ്ക്കാ പക്ഷിയും കുടുംബവും കാഴ്ചക്കാരിലും കൗതുകമുണർത്തുകയാണ്. കോൺഗ്രസ് വാഴത്തോപ്പ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി ഗ്രാമസ്വരാജ് വികസന സെമിനാർ നടത്തി. വാഴത്തോപ്പ് പാപ്പൻസ് ഓഡിറ്റോറിയത്തിൽ നടന്ന വികസന സെമിനാർ DCC പ്രസിഡന്റ് CP മാത്യു ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് വാഴത്തോപ്പ് മണ്ഡലം പ്രസിഡന്റ് CP സലീം അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് വാർഡ് പ്രസിഡന്റുമാർക്കുള്ള ID കാർഡ് വിതരണം നടന്നു. DCC ജനറൽ സെക്രട്ടറി അഗസ്തി മുഖ്യപ്രഭാഷണം നടത്തി. ആശംസകൾ അറിയിച്ച കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അനീഷ് ജോർജ്, DKTF ജില്ലാ പ്രസിഡന്റ് അനിൽ ആനിക്കാനാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി കോൺഗ്രസ് പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു. 52 പഞ്ചായത്തുള്ള ഈ ജില്ലയിൽ 17 പഞ്ചായത്തുകളാണ് കോൺഗ്രസ് സംബന്ധിച്ചുള്ളത്. 8 ബ്ലോക്ക് പഞ്ചായത്തുകൾ നമ്മൾ ഭരിച്ചിരുന്ന കാലഘട്ടമുണ്ട്. ഇപ്പോൾ മാനസി ബ്ലോക്ക് പഞ്ചായത്ത് പുസ്തകമായി വന്നതിന് ശേഷം നമുക്കിപ്പോൾ 4 ബ്ലോക്ക് പഞ്ചായത്തുകൾ നമ്മുടെ കൈവശമുണ്ട്. ജില്ലാ പഞ്ചായത്തുകളിലൂടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇരേവർദ്ധൻ കോഴ്സ് തോറ്റത് ഏതായാലും 100 വോട്ടുകൾക്ക് 400-500 വോട്ടുകൾക്ക് അല്ലേ, ആ വോട്ടുകൾക്ക് പരാജയപ്പെടും. നമുക്ക് സിംഗിൾ മജോറിറ്റി 16-ൽ നമുക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കോൺഗ്രസ്. ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും ഒക്കെ കേന്ദ്രത്തിലും കെ കരുണാകരനെ പോലെ ആന്റണിയെ പോലെ ഉമ്മൻചാണ്ടിയെ പോലുള്ള ജനകീയ മുഖ്യമന്ത്രിമാർ കേരളവും ഭരിച്ച സന്ദർഭത്തിൽ എല്ലാം നമുക്ക് അനുകൂലമായി. കൂത്താട്ടുകുളം നഗരസഭയിൽ വീണ്ടും അവിശ്വാസ പ്രമേയം. ഓഗസ്റ്റ് 5-ന് പ്രമേയം ചർച്ചയ്ക്ക് വയ്ക്കും. നഗരസഭാ ചെയർപേഴ്സൺ, വൈസ് ചെയർമാൻ എന്നിവർക്കെതിരെയാണ് UDF അവിശ്വാസ പ്രമേയം നൽകിയത്. നേരത്തെ നൽകിയ അവിശ്വാസ പ്രമേയം ചർച്ചയെടുക്കാനിരിക്കെ കൗൺസിലർ കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയ സംഭവം വൻ വിവാദമായിരുന്നു. കൂത്താട്ടുകുളം നഗരസഭാ ചെയർപേഴ്സൺ വിജയ ശിവൻ, വൈസ് ചെയർമാൻ സണ്ണി കുര്യാക്കോസ് എന്നിവർക്കെതിരെ 11 UDF അംഗങ്ങൾ ചേർന്ന് ഒപ്പിട്ട് അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകി. ഓഗസ്റ്റ് 5-ന് രാവിലെ 11-ന് ചെയർപേഴ്സണെതിരെയുള്ള പ്രമേയവും ഉച്ചകഴിഞ്ഞ് 3-ന് വൈസ് ചെയർമാനെതിരെയുള്ള പ്രമേയവും ചർച്ചയ്ക്കെടുക്കും. 25 അംഗ കൗൺസിലിന്റെ ഭരണം നടത്തുന്നത് CPM നേതൃത്വത്തിലാണ്. UDF 11 പേരും സ്വതന്ത്ര 1-ഉം LDF 13 പേരുമായിരുന്നു അംഗനില. എന്നാൽ 18-ന് നടന്ന സംഭവങ്ങളെ തുടർന്ന് LDF-ലെ കലാരാജ്, സ്വതന്ത്രനായ PG സുനിൽകുമാർ എന്നിവർ LDF ഭരണസമിതിക്ക് പൂർണ്ണമായും എതിരായി നിലപാടുകൾ എടുത്തു വരികയാണ്. ഇവരുടെ പിന്തുണയോടുകൂടി ലഭിക്കുമ്പോൾ അവിശ്വാസ പ്രമേയം വിജയിക്കുമെന്നാണ് UDF കരുതുന്നത്. ബുധനാഴ്ച UDF പാർലമെന്ററി പാർട്ടി യോഗം ചേർന്ന ശേഷമാണ് അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. 5-ന് കൗൺസിൽ യോഗത്തിൽ നടക്കുന്ന ചർച്ചകളിൽ എങ്ങനെ പങ്കെടുക്കണമെന്നതും സ്വീകരിക്കേണ്ട തന്ത്രങ്ങൾ സംബന്ധിച്ചും UDF പാർലമെന്ററി പാർട്ടി യോഗത്തിൽ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. വാർത്തകൾ പൂർണ്ണമായി. നമസ്കാരം.